ഈ ലോകത്തിൽ മനുഷ്യന് ഏറ്റവും വേഗത്തിൽ നഷ്ടപ്പെടുന്നതും തിരിച്ചു പിടിക്കാൻ പ്രയാസകരവുമായ ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവൻ ഏറ്റവും വേഗം നഷ്ടപ്പെടും, തിരിച്ചു പിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. പോയ പോക്ക് ആ പോക്ക, പിന്നെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഈ സമാധാനം എന്ന് പറയുന്ന സാധനം. മനുഷ്യൻ്റെ ഒരു വാക്ക് മതി ആജീവനാന്തം അവൻ സമാധാനം നഷ്ടപ്പെടാൻ. ഹല്ലേലൂയ. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ പോലും പലപ്പോഴും നമ്മുടെ സമാധാനം നമ്മുടെ അടുക്കൽ നിൽക്കാറില്ല. ഇത് വണ്ടി പിടിച്ച് ടൂർ പോവുകയാണ് പതിവ്. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നു, അന്ന് ആമേൻ, അവർക്കൊരു പാട്ട് പാടാനുണ്ടാകുന്നു. ആ പാട്ട് ഇങ്ങനെയാണ്: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആർക്കാണ് പൂർണ്ണ സമാധാനം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ വചനം പറയുന്നു, സ്ഥിരമാനസന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരിൽ ആശ്രയിക്കുന്നു? ദൈവത്തിങ്കൽ ആശ്രയിക്കുന്ന അവൻ ഒരു വ്യക്തി, സ്ഥിരതയോടെ ദൈവത്തിങ്കൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വചനം പറയുന്നു, നീ അവൻ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത എന്തുവാണെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവിക സമാധാനത്തിൻ്റെ പ്രത്യേകത, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഹല്ലേലൂയ. ലോകം തരുന്ന സമാധാനം അല്പസമയത്തേക്കേ കാണത്തുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമാധാനത്തിൻ്റെ പ്രത്യേകത, അതിനെ എടുത്തു കളയാൻ ലോകത്തിന് കഴിയത്തില്ല. അതിനെ എടുത്തു കളയാൻ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കഴിയത്തില്ല. ആ സമാധാനത്തെ എടുത്തു കളയാൻ മനുഷ്യന്റെ വാക്കിന് കഴിയത്തില്ല. ആ സമാധാനത്തെ എടുത്തു കളയാൻ ഡോക്ടറുടെ വാക്കിന് പറ്റത്തില്ല. ആ സമാധാനത്തെ എടുത്തു കളയാൻ ബാങ്കിന്റെ ജപ്തി നോട്ടീസിന് കഴിയത്തില്ല. കാരണം വചനം പറയുന്നു, ആ സമാധാനം ലോകത്തിൽ നിന്ന് വരുന്നതല്ല, ആ സമാധാനം ക്രിസ്തുവിങ്കിൽ നിന്ന് വരുന്നതാ. ലോകത്തിലെ ഒരു പ്രശ്നത്തിനും ലോകത്തിലെ ഒരു പ്രതികൂലത്തിനും ദൈവം നമുക്ക് തരുന്ന സമാധാനത്തെ തൊടാൻ അനുവാദമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേൾക്കണം. യേശു പറയും, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ലേഖന വേദഭാഗങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്ന. ആമേൻ. നമ്മളെ സമാധാനപ്പെടാൻ സമ്മതിക്കാത്ത എന്തുവാണെന്നറിയാമോ? നമ്മുടെ ബുദ്ധിയാണ്. നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുന്ന മെയിൻ ഘടകം എന്തുവാണ്? നമ്മുടെ ബുദ്ധിയാണ്. നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനം പോയി, പിള്ളേരുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനം പോയി. ഹല്ലേലൂയ. അവൻ എന്തേലും ഒരു വിഷയം കിട്ടിയ അതിനെ ബുദ്ധിക്കകത്തിട്ട് ചിന്തിച്ച് ചേകഞ്ഞ് ഹല്ലേലൂയ. ഞാനും നിങ്ങളും എല്ലാവരും കണക്കാ. ഹല്ലേലൂയ. അതിന് ഈ പറയുന്ന ഞാനൊത്തും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് പറയുവല്ല. നോർമലി ഈ വിഷയം ഞാൻ എന്നോടും കൂടെ തന്നെ, ഈ വിഷയം നല്ല എല്ലാ വിഷയങ്ങളും ഞാൻ പ്രസംഗിക്കുന്നത് എന്നോടും കൂടാണ്. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക. അവൻ്റെ ഒരു കുഞ്ഞു കാര്യം പോലും നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്. യേശു പറയുക, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ ലോകത്തിന്റെ സമാധാനം പോലെ അല്ല ദൈവിക സമാധാനം എന്ന് പറയുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമാ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നേ. നമ്മൾ വായിച്ച ഭാഗത്ത് പറഞ്ഞു, ആർക്കാ ഈ സമാധാനം വരുന്നതെന്നറിയാമോ? സ്ഥിരമാനസൻ. ഹല്ലേലൂയ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ ശബ്ദം നിങ്ങൾക്ക് താരാട്ട് പാട്ടാണോ? ആണോ? അല്ലെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. അവൻ താരാട്ട് പാട്ടാകുന്നില്ലെന്നുള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ.
ഹല്ലേലൂയ. ദേവിയത് അങ്ങനെ വിചാരിച്ച് കളയൽ. പിന്നെ പാസ്റ്റർ പറയും പോലെ ഞാൻ അങ്ങ് എടുക്കും. ആമേൻ, കർത്താവിൻ്റെ ഡെലിവറൻസ് ആണെന്ന്. ഹല്ലേലൂയ. വീട്ടിൽ ഉറക്കം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ഉറങ്ങുന്നത് എന്നാണ് പാസ്റ്ററുടെ ഭാഷ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയും. ഹല്ലേലൂയ. ഉറങ്ങുന്നവർ ഉറങ്ങിക്കോട്ടെ എന്ന്. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഹല്ലേലൂയ. ആമേൻ. മെയിനായിട്ട് ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നുകൊണ്ടായിരിക്കാം. ഹല്ലേലൂയ. അവർ ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്കിങ്ങനെ ഒരു വല്ലാത്തൊരു ഫീല് തോന്നും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ ഞാൻ താരാട്ട് പാടുക അല്ല, വചനം പറയുവാണ്. ഇതിങ്ങനെ ഉള്ളിനകത്ത് കിടക്കണം. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ എൻ്റെ ഭാഗത്തിലോട്ട് വരട്ടെ. അവൻ സ്ഥിരമാനസൻ, അവൻ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറയുന്നു. അവൻ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ഈ പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്താ ഒന്ന് പറഞ്ഞേ. പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്താ? ഇതിനെ കുലുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. ഹല്ലേലൂയ. ലോകത്തിന് പറ്റുമോ? ഇല്ല. കൊടുങ്കാറ്റ് വന്നാൽ കൊടുങ്കാറ്റിനെ കൊണ്ട് പർവ്വതത്തെ കുലുക്കാൻ പറ്റുമോ? ഇല്ല. കൊടുങ്കാറ്റൊക്കെ വരത്തില്ലേ? വരും. കത്രീന വന്നാലും ശരി, അതിനേക്കാളും കൂടിയ പാർട്ടി വന്നാലും ശരി, പർവ്വതം പറയും ചോണയുണ്ടേ എന്നെ ഒന്ന് കുലുക്ക്. ഹല്ലേലൂയ. നിന്നെക്കൊണ്ട് ചോണയുണ്ട്. നീ പറയുന്നല്ലോ നീ ഭയങ്കര നാശനഷ്ടമൊക്കെ വരുത്തിയെന്ന്. നിനക്ക് ചോണയുണ്ടേ. അവന് കത്രീനെ, അവൻ വേറെ ഇവിടെയൊക്കെ ഓക്കി, അവന് കുറേ പേരുകളുണ്ടല്ലോ. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് കുലുക്കെന്ന് പർവ്വതം പറയും. കാരണം പർവ്വതം പറയും നീ എത്ര കുലുക്കിയാലും ഞാൻ കുലുങ്ങത്തില്ല. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം വചനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതൽ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. എന്ന് വെച്ചാൽ പ്രശ്നം വന്നാലും പ്രതികൂലം വന്നാലും കൊടുങ്കാറ്റ് വന്നാലും സുനാമി വന്നാലും ഇദ്ദേഹത്തിന് അനക്കം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ലോകം ചോദിക്കും നീ എങ്ങനെ നിൽക്കുന്നെന്ന്. നീ ഒരു ദൈവ പൈതലാണെന്ന് തിരിച്ചറിയുന്നത് എപ്പോഴെന്നറിയാമോ? ഒരു പ്രശ്നം വരുമ്പോ, ഒരു പ്രതികൂലം വരുമ്പോ, ആ പ്രതികൂലം നിന്നെ ഉരുട്ടിത്തള്ളി ഇട്ടില്ലെങ്കിൽ ആ പ്രതികൂലത്തിനകത്ത് ഒഴുകിപ്പോകാതെ നീ നിന്നെടുത്ത് ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്നെങ്കിൽ നിന്നെ നോക്കിയിട്ട് അവൻ ലോകം പറയും നീ വാസ്തവത്തിൽ ഒരു ദൈവത്തിന്റെ പൈതലാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലേ കൊടുങ്കാറ്റ് വന്നാൽ പറന്നു പോകത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതൽ അവൻ സുനാമി വന്ന ഒഴുകി പോകത്തില്ല. കാരണം അവർ നിൽക്കുന്നത് കർത്താവിൽ ആശ്രയിച്ചായതുകൊണ്ട് ഒരു പർവ്വതം പോലെ. ഹല്ലേലൂയ. അവർക്ക് പറയാനൊന്നുണ്ട്, എൻ്റെ ആശ്രയം ലോകത്തിലല്ല. കൊടുങ്കാറ്റ് വരും പോകും, സുനാമി വരും പോകും, പ്രതികൂലം വരും പോകും, രോഗം വരും പോകും, സാമ്പത്തിക പ്രതിസന്ധി വരും പോകും. പക്ഷേ അതിനൊന്നിനും എന്നെ കുലുക്കാൻ പറ്റത്തില്ല. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നത്. അതുപോലെയാണ് ഇന്ന് പകൽക്കാലം ഇത് പറയുമ്പോ പരിശുദ്ധം ഒരു ദൂതായി പറയുക, നിന്നെ കുലുക്കാൻ പ്രശ്നം വരുമ്പോ അവന്റെ ചിന്ത നീ പാറുവെന്ന. ഇന്ന് പകൽക്കാലം പറയും, പ്രശ്നമേ, പ്രതികൂലമേ, രോഗമേ, ബാധ്യതയെ, നിന്നയെ നിനക്കെന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒഴുക്കിക്കളയാൻ കഴിയത്തില്ല. കാരണം ഞാൻ എന്റെ ആശ്രയം വെച്ചിരിക്കുന്നത് എന്റെ ദൈവത്തിലാണ്. ഒരു കാറ്റത്തന്ന് ഒരിടത്തൊന്ന് പാറി മറ്റേടത്ത് വീഴുന്ന ദൈവവൈതലല്ല. ഹല്ലേലൂയ. ഒരു സുനാമി വരുമ്പോൾ ഒരിടത്തുനിന്ന് ഇളകി വേറൊരിടത്ത് ചെന്ന് ഇളക്കുന്നത് ദൈവവൈതലല്ല. നീ ദൈവവൈതൽ അല്ലെന്ന് മാത്രമല്ല, നീ വാസ്തവത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. ആമേൻ. ആശ്രയം മനുഷ്യനില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല സ്വർഗം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മനുഷ്യരിൽ ആശ്രയിക്കുന്നവരായിരിക്കണമെന്നല്ല. ഞാനൊരിക്കലും പറയാറില്ല എന്നെ നോക്ക്, എന്നെ ആശ്രയിച്ച് പാസ്റ്ററെ ആശ്രയിച്ച് നിൽക്കാനും പറയത്തില്ല. നിങ്ങൾ നിൽക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലാണ്. നിങ്ങളുടെ വിളിച്ച വിളിയുടെ പിറകിൽ ഞാനോ പാസ്റ്ററോ അല്ല, വിളിക്കൊരടമസ്ഥനുണ്ട്. ഞങ്ങളുടെ ഒറ്റ ദൗത്യം നിങ്ങളെ ദൈവമായിട്ടൊന്ന് അടുപ്പിച്ച് നിർത്തുക എന്നുള്ളതാ. നിങ്ങൾ ആശ്രയിക്കേണ്ടത് മനുഷ്യനിലല്ല, ആശ്രയിത് കർത്താവിൻ്റെ സന്നിധിയില്ല. വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഇന്ന് പകൽക്കാലം മനുഷ്യരിൽ ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് മാറ്റി വെച്ചേക്ക്. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയും, കർത്താവ്
എന്റെ മുഖം അങ്ങയുടെ നോക്കി അങ്ങയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വീഴാൻ നിൽക്കാൻ ആഗ്രഹമുണ്ടോ? ദൈവസ്ഥൽ തളർന്നു പോകാൻ നിൽക്കാൻ ആഗ്രഹമുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ മുഖത്ത് നോക്കരുത്, ലോകത്തിലോട്ട് നോക്കരുത്, വ്യക്തികളെ നോക്കരുത്. ഹല്ലേലൂയ. ലോകം പെർഫെക്റ്റ് അല്ല, ഒറ്റ മനുഷ്യനും പെർഫെക്റ്റ് അല്ല. ഒരുവൻ മാത്രമേ ഉള്ളൂ പെർഫെക്റ്റായി. എനിക്കും നിങ്ങൾക്കൊണ്ടും ജീവനെ തന്ന, കാൽവരി ക്രൂശിൽ തൻ്റെ അവസാനത്തിൽ രക്തം വരെ കൊടുത്ത് ജീവനെ തന്ന, എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയ ഒരേ ഒരുവൻ, ആ കർത്താവ് മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ട്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ നോക്കരുത്, നിങ്ങൾ വീഴും. ലോകത്തിലേക്ക് നോക്കരുത്, നിങ്ങൾ തളരും. ലോക മനുഷ്യരിലേക്ക് നോക്കരുത്, നിങ്ങൾ പരാജയപ്പെട്ടു പോകും. നിങ്ങളെ വിളിച്ചിറക്കിയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്. ആ കർത്താവ് നിങ്ങൾ വീഴാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആശ്രയിക്കുന്നെങ്കിൽ കർത്താവിൽ ആശ്രയിക്കണം. നോക്കിങ്ങി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം, ലോകത്തിൽ നോക്കരുത്. നിങ്ങൾക്കുള്ള നമുക്കുള്ള സകലത നൽകി തരുന്ന ആരാന്നറിയാവോ? സ്വർഗത്തിലെ ദൈവം. ഒരു വ്യക്തി ഇങ്ങോട്ട് വന്ന് സഹായം ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ തരാമെന്ന് പറഞ്ഞാൽ പോലും ആ മനുഷ്യൻ ആ സഹായം തരുമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ്റെ പുറകെ നിൽക്കരുത്, ആ മനുഷ്യൻ്റെ പുറകെ പോവരുത്. ഹല്ലേലൂയ. നിങ്ങൾ തോറ്റുപോകും. ഹല്ലേലൂയ. നിങ്ങൾ നിരാശപ്പെടും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ എന്നേ വീണേനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ആശ്രയിക്കുന്നത് കർത്താവിൽ ആശ്രയിക്കുക, മനുഷ്യനിൽ ആശ്രയിക്കല്ലേ. വീഴും. മനുഷ്യരിൽ ആശ്രയിക്കല്ലേ, നിരാശപ്പെടും. മനുഷ്യരിൽ ആശ്രയിക്കല്ലേ, നിങ്ങൾ ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ. കാരണം എന്നെയും നിങ്ങളെ വിളിച്ചിറക്കിയതൊരു മനുഷ്യനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആരും ഒന്നും തന്നില്ലേലും, ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നിനക്ക് വേണ്ടി അവൻ ഹല്ലേലൂയ ജീവിതകാലം മുഴുവൻ ഒന്നും തന്നില്ലേലും മരുഭൂമിക്കകത്ത് നീരുറവിനെ തുറന്ന ഇസ്മായേലിനെ വില്ലാളിയാക്കി തീർത്ത ഒരുവനുണ്ടെന്നേ. ആ കർത്താവ് കൂടെ ഉണ്ടോ? നമ്മൾ തോൽക്കത്തില്ല. ആ കർത്താവ് കൂടെയുണ്ടോ? നമ്മൾ തളരത്തില്ല. ആശ്രയിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം, കർത്താവിലേക്ക് മാത്രം ആശ്രയിക്കണം. എൻ്റെ വിഷയം ആമേൻ ഹല്ലേലൂയ പകുതി വഴി കിടക്കുന്നത് ഇൻട്രഡക്ഷൻ ആയില്ല, ഞാൻ ഓടാം. ഹല്ലേലൂയ ആമേൻ. പ്രസംഗിക്കാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. ആമേൻ. എൻ്റെ ഭാഗത്തിലോട്ട് വരിക. വചനം പറയുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ആശ്രയം കർത്താവിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പൂർണ്ണ സമാധാനത്തിൽ നമ്മളെ ദൈവം കാക്കും. ആമേൻ. രോഗം വന്നാൽ നമ്മൾ കുലുങ്ങത്തില്ല, പ്രശ്നം വന്നാൽ കുലുങ്ങത്തില്ല, പ്രതികൂലം വന്നാൽ കുലുങ്ങത്തില്ല. ഇതൊന്നും വരത്തില്ലെന്ന് ഒരിക്കലും ദിവ്യ സിസ്റ്റർ പ്രസംഗിക്കത്തില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് അത് മാത്രം പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ലോകക്കാർക്ക് വരുന്ന എല്ലാ കാറ്റും നമുക്ക് നേരെയും വരും. ഹല്ലേലൂയ. ലോകക്കാർക്ക് വരുന്ന സകല പ്രതിസന്ധികളുടെയും ലാഞ്ചനയോ ശോധനകൾ നമുക്ക് നേരെയും വന്നെന്നിരിക്കാം. പക്ഷെ നമ്മൾ ദൈവമക്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മൾ തളർന്നു പോകാതെ നമ്മളെ കരങ്ങളിൽ വഹിക്കുന്ന ഒരുവനുണ്ട്. ഈ പ്രതികൂലത്തിന് നടുവിൽ നമ്മൾ തോറ്റുപോകാതെ നമ്മളെ താങ്ങുന്ന ഒരുവനുണ്ട്. പ്രതികൂലം വന്നാലും പ്രശ്നം വന്നാലും കണ്ണുനീർ വന്നാലും രോഗം വന്നാലും ബാധ്യത വന്നാലും അതിൻ്റെ നടുവിലും നമ്മൾ വീണുപോകാതെ നമ്മളെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കരം, ദൈവിക സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കും. ആമേൻ.
എല്ലാവർക്കും വരുന്ന പ്രശ്നം ഒരുപോലാണോ? അല്ല. പ്രതികൂലം ഒരുപോലെ അല്ല. എല്ലാവരുടെയും സമാധാനത്തെ നശിപ്പിക്കുന്ന വിഷയം ഒന്നല്ല, പലർക്കും പലതാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും, കർത്താവിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏത് പ്രതികൂലം, ഏത് പ്രതിസന്ധി, ഏത് വഴിക്ക് വന്നാലും ആ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മളെ തളർത്താതെ നമ്മളെ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ആ കർത്താവ് നമ്മളെ വഹിക്കാൻ തുടങ്ങും. ചെയ്യേണ്ട ഒറ്റ കാര്യം, സ്ഥിരമാനസനായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കണം. എന്താ ഈ സ്ഥിരത എന്ന് പറയുന്നത്? സ്ഥിരതയോടെ ദൈവസന്നിധി നിൽക്കണം. ഹല്ലേലൂയ. എന്താ ഈ സ്ഥിരത എന്ന് പറയുന്നേ? ആമേൻ. സ്ഥിരതയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? തുടക്കത്തിലുള്ള അതേ സ്പീഡ് ഒടുവിലത്തോളം ഉണ്ടാകണം. ഹല്ലേലൂയ. തുടക്കത്തിൽ ചെയ്യുന്ന അതേപോലെ അതേ റൂട്ടിൽ ആമേൻ ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം? മുൻപിലോട്ട്. അതിനെയാണ് സ്ഥിരത എന്ന് പറയുന്നത്. ഈ സ്ഥിരതയെ നശിപ്പിക്കാൻ ഇടയ്ക്ക് പ്രതിസന്ധി വരും. നമ്മളെ തകർക്കാൻ, തടയാൻ, ക്ഷീണിപ്പിക്കാൻ പ്രതികൂലങ്ങൾ വരും. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്ഥിരത വിടരുത്. ലക്ഷ്യം വിടരുത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഒരു ബോൾ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് പോകുന്ന സ്പീഡിലായിരിക്കുമോ പോകുന്നേ? അങ്ങനെ പോയാൽ പിന്നെ നിൽക്കത്തില്ല അല്ലേ, ഇതിങ്ങനെ പോകും. പക്ഷെ കുറേ നേരം കഴിയുമ്പോൾ ഈ ബോളിൻ്റെ സ്പീഡ് കുറയും. എന്താ കാര്യം? പഠിക്കുന്ന പിള്ളേർ പറ, നല്ല അറിയാവോ? ഫ്രിക്ഷൻ, ദെൻ ഗ്രാവിറ്റി, ഒന്നുമില്ലേ? എന്തൊക്കെയോ ഉണ്ടല്ലേ? അതുപോലെ കുറേ സാധനങ്ങളുണ്ട്. ബോളിൻ്റെ മുൻപോട്ടുള്ള പോക്കിനെ തടഞ്ഞ് വേഗത കുറച്ച് പകുതി വഴിക്ക് ഒതുക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതയാത്ര എന്ന് പറയുന്നതും, ആമേൻ, ആത്മാവ് നമ്മളൊരൊറ്റ തട്ടി വിടുമ്പോൾ പോകുന്ന ഒരു പോക്കുണ്ട്. പ്രാർത്ഥന, അഭിഷേകം, ആരാധന, ചർച്ചയിൽ വരാനുള്ള ഉത്സാഹം, എന്തുപോലെ ഇരിക്കുമെന്നറിയാമോ അത്? ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇറങ്ങിയ ആദ്യ സ്നേഹത്തോടെ ഇന്ന് നിൽക്കുന്ന എത്ര പേരുണ്ട്? കള്ളം പറയരുത്. ഹല്ലേലൂയ. ഇറങ്ങിയ ആദ്യ അളവിൽ അതേ സ്നേഹത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഒരു കാര്യം പറയാം, ചില സാഹചര്യങ്ങളിലെങ്കിലും ചില പ്രതികൂലങ്ങൾ നമ്മുടെ വേഗതയെ കുറച്ചിട്ടുണ്ടാകാം, നമ്മുടെ ഉത്സാഹത്തെ കുറച്ചിട്ടുണ്ടാകാം. ഞാൻ ഒരു കാര്യം പറയാം, അല്പം വേഗത കുറഞ്ഞാൽ പോലും റൂട്ട് മാറരുത്. ഹല്ലേലൂയ. എന്താ പറഞ്ഞേ? അല്പം വേഗത കുറഞ്ഞാലും റൂട്ട് മാറരുത്. കാരണം ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്, വിരുദൊരുവനെ പ്രാപിക്കുന്നുള്ളൂ. എല്ലാവരും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. നമ്മളെല്ലാവരും നമ്മുടെ ഓട്ടം, നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഓട്ടം എങ്ങനെയാണ്? ഒരു ട്രാക്കിനകത്താ. റൂട്ട് മാറിയ, ട്രാക്ക് മാറിയ സമ്മാനം കിട്ടത്തില്ല. ഹല്ലേലൂയ. പാസ്റ്റർ ട്രാക്കിൽ കയറി ഓടാൻ നിങ്ങൾക്ക് പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല. പാസ്റ്റർ ട്രാക്കിൽ കൂടെ പാസ്റ്റർ ഓടും, സിസ്റ്റർ ട്രാക്കിൽ കൂടെ സിസ്റ്റർ ഓടും. നിങ്ങൾക്ക് ദൈവം വെച്ചേക്കുന്ന ട്രാക്ക് ഉണ്ട്. നേരെ നോക്കി ട്രാക്കിലോട്ട് കയറ്. യഥാവിധം ഓട്. ഈ ഓട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്തെന്നറിയാമോ? ഫസ്റ്റ് എത്തിയില്ലേലും സ്ഥിരതയോടെ നീ ഓടിയ നിനക്ക് വേണ്ടി സമ്മാനവും വെച്ച് അവിടെ കാത്തിരിക്കുന്ന ഒരുവനുണ്ട്. ഈ ഓട്ടം ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ നിനക്ക് സമ്മാനമുണ്ട്. ആദ്യം എത്തുന്ന, രണ്ടാമത് എത്തുന്നതൊക്കെ ദൈവത്തിന്റെ നിശ്ചയമാ. പക്ഷെ ഒരു കാര്യം, അവൻ ഓട്ടത്തിനുള്ള സമ്മാനമേ, അവൻ ഫസ്റ്റ് എത്തുന്നവനല്ല. ഈ ഓട്ടത്തിന്റെ സമ്മാനം ലക്ഷ്യത്തിലെത്തുന്നവനാ. ആമേൻ. ഹല്ലേലൂയ. 10 പേർ ഓട്ടത്തിനകത്ത് കയറിയാൽ 10-ൽ 1 അല്ലെങ്കിൽ 2 മാക്സിമം പോയ 3 ഗോൾഡ് മെഡൽ, സിൽവർ മെഡൽ, പിന്നെന്തോ വെങ്കലം. ഹല്ലേലൂയ. 3 അല്ലേ? അത്രേ കൊടുക്കത്തുള്ളൂ. ബ്രോൺസ്, അങ്ങനെ 3. പക്ഷെ ഈ ഓട്ടത്തിന്റെ പ്രത്യേകത എന്താ അറിയുമോ? നീ ട്രാക്കിലോട്ട് കയറി ട്രാക്ക് തെറ്റാതെ ലക്ഷ്യത്തിലെത്തിയാൽ, അല്പം ലേറ്റ് ആയാലും നേരത്തെ ആയാലും ലക്ഷ്യത്തിലെത്താൻ നിനക്ക് കഴിഞ്ഞാൽ നിനക്കൊരു സമ്മാനം ട്രാക്കിന്റെ ഒടുവിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ നീ അത് എടുക്കണമെങ്കിൽ നിന്റെ ട്രാക്കിനകത്ത് നിനക്ക് വിരോധമായി വരുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ച് അവൻ സ്ഥിരതയോടെ ഓടണം.
100 ട്രാക്കാണ്. ആർക്കും ആരുടെയും ട്രാക്കിനെ അപഹരിക്കാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാൻ തോന്നുക. എൻ്റെ പ്രസംഗ വിഷയത്തിനകത്ത് കയറുന്നതല്ല, എന്നാലും പറയാൻ തോന്നുക. ഓട്ടത്തിൻ്റെ കാര്യവും ട്രാക്കിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് അല്ലെ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക. ഈ ട്രാക്കെ ഓടുമ്പോൾ കൂടെ അടുത്തവൻ കൂടെ ഓടിയ അവൻ ഈ ട്രാക്കിൽ ഓടുന്നവന് പ്രത്യേകതയുണ്ട്. മറ്റവനോട് കുറച്ച് കുശുമ്പ് തോന്നും, അസൂയ എന്നൊക്കെ പറയും. ഹല്ലേലൂയ. അന്നേരം ഈ മനുഷ്യർ ഇപ്പം എനിക്ക് ജയിക്കാതിരിക്കാൻ ഞാൻ എന്തെന്നറിയാമോ? അടുത്തവനെ, ഹല്ലേലൂയ, എന്താ കാര്യം? അവൻ പറയി കിടന്നാലേ എനിക്ക് ഫ്രണ്ടിൽ എത്താൻ പറ്റത്തുള്ളൂ. ഇതാണ് പുള്ളിയുടെ ചിന്ത. പക്ഷെ ഈ ചിന്ത ചിന്തിക്കുന്ന ആളിനും കൂടെ ദോഷമെന്ന് ആരറിയുന്നില്ല, ചിന്തിക്കുന്ന ആളറിയത്തില്ല. നിങ്ങൾ ഈ കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? കളിക്കുന്നവരുണ്ടോ? അയ്യോ, ഇനി ഇവിടെ പണിയാനല്ല, ഞാൻ കൂളായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. കമ്പ്യൂട്ടറിൽ ഈ കാർ റേസിലുണ്ടോയെന്ന് അറിയത്തില്ല. ഈ ബൈക്കിൽ അതിനെന്തോ റോഡ് റേസ് എന്ന് പറഞ്ഞൊരു ഗെയിം കമ്പ്യൂട്ടറിലുണ്ടായിരുന്നു. ഹല്ലേലൂയ, കമ്പ്യൂട്ടറിലുണ്ടായിരുന്നു. ഇന്നും കാണുമെന്നോ? ഇന്നുണ്ടോ അത്? അമ്മ സ്കൂളിലൊക്കെ ഇന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മുമ്പ് എനിക്കുണ്ടായിരുന്നു, ഞങ്ങളുടെ കമ്പ്യൂട്ടറിലുണ്ടായിരുന്നു. വീട്ടിനകത്തിരുന്ന് എൻ്റെ മെയിൻ ഹോബി അത് കളിക്കലായിരുന്നു. ഹല്ലേലൂയ, റോഡ് റേസ്. ഇതിൽ ഒരു 15 പേരെങ്ങാണ്ടുണ്ട്, 15-10 പേരുണ്ട് ഇതിനകത്ത്. ഹല്ലേലൂയ, ബൈക്കിൽ ആൾക്കാർ പോകുന്ന ഒരു റേസാണ് ഇത്. പോകുന്ന സമയത്ത് നമ്മൾ അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. പോകുന്ന വഴിക്ക് വണ്ടിയിൽ ഇരിക്കുന്ന ആളിന് അടുത്തിരിക്കുന്നവന് ചവിട്ട് കൊടുക്കാം. ഹല്ലേലൂയ, അടുത്തിരിക്കുന്ന ആളിന് എന്ത് ചെയ്യാം? ചവിട്ടാം. ചവിട്ടുന്ന എന്തിനാണ്? ഇവൻ്റെ ഫ്രണ്ടിൽ കയറാതിരിക്കാനാ ചവിട്ടുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ചവിട്ടുന്ന ചവിട്ടിൽ എവൻ വീണില്ലേ അവൻ ജയിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, നിങ്ങൾ നോക്കുകയും ചെയ്യും. ഓടുന്നയാള് ചവിട്ടുന്നയാൾ നോക്കും. ഹല്ലേലൂയ. കാര്യം എന്തെന്നറിയാമോ? പുള്ളി ചവിട്ട് കൊള്ളാതെ ഒഴിഞ്ഞോടും. ഹല്ലേലൂയ, പുള്ളി ചവിട്ട് കൂടാതെ ഈ ചവിട്ടാൻ കാലായുമ്പോൾ ആക്സിലേറ്ററിൻ്റെ സ്പീഡ് കുറയും. ഹല്ലേലൂയ, എന്താ? ആക്സിലേറ്ററിൻ്റെ സ്പീഡ് കുറയാനും പുള്ളി വീഴാനും സാധ്യത കൂടുതലാണ്. ഈ ചവിട്ടാൻ പോയ ആളില്ലേ, പുള്ളി വീഴാനും ആക്സിലേറ്ററിൻ്റെ സ്പീഡ് കുറയാനും സാധ്യത കൂടുതലാണ്. ഇതുപോലെ ദൈവസന്നിധി നമ്മൾ ഓടുമ്പോഴും ദയവ് ചെയ്ത് അടുത്തവൻ്റെ മെക്കിട്ട് കയറാതെ സ്വന്തം ട്രാക്കിൽ നേരെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി നേരെ ഓടണം. ഹല്ലേലൂയ. നിങ്ങളുടെ ട്രാക്കിലോട്ട് ആരെങ്കിലും അതിക്രമിച്ച് കയറാൻ നോക്കിയാലും ശ്രദ്ധിക്കേണ്ടത് തിരിച്ചെങ്ങനെ ആക്രമിക്കാന്നല്ല, അവൻ്റെ ചവിട്ട് കൊള്ളാതെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇത്രയും ട്രാക്കുണ്ട്, ദൈവം ഇവിടെ കൂടെ ഒഴിഞ്ഞങ്ങ് പൊക്കോ. ഹല്ലേലൂയ. അവനും അവിടെ കിടന്ന് കണക്ക് തീർത്തോളം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പോയാൽ മതി. ഹല്ലേലൂയ. മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹരങ്ങളെ ഉയർത്തി വന്ന് കർത്താവിനെ സ്തുതിച്ചേ. കാരണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ. മുമ്പേ വന്നാലും പിമ്പേ വന്നാലും അടുത്തവൻ്റെ ട്രാക്കിൽ വേറൊരാളിന് കയറാൻ പറ്റത്തില്ല. കയറിയെന്ന് തോന്നിയാൽ നിങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അങ്ങോട്ട് നോക്കണ്ട. നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ട്രാക്കിലൂടെ ഓടുക. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്യുക. ഹല്ലേലൂയ. ഓരോരുത്തർക്ക് ദൈവം ഓരോ ട്രാക്ക് വെച്ചിട്ടുണ്ട്. ആ ട്രാക്കിനകത്ത് സ്ഥിരതയോടെ ഓടിയ ഞാൻ പറയും, നീ അല്പം ലേറ്റ് ആണെങ്കിലും, ചിലർ പറയും ആ ആളിൽ ഇച്ചിരി സ്പീഡ് കൂടുതലാണ്, ആയിക്കോട്ടെ, നീ ഇച്ചിരി ലേറ്റ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിന്റെ ട്രാക്കിനകത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ നിനക്കൊരു ട്രോഫി അവിടെ വെച്ചിട്ടുണ്ട്. ആമേൻ. ഇത്രയും പറഞ്ഞ് ഞാൻ ആ വിഷയം വിട്ട് കയറുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, അടുത്തുള്ള പാസ്റ്റർമാരെ കുറ്റം പറയാൻ പോകരുത്, വിശ്വാസികളെ കുറ്റം പറയാൻ പോകരുത്. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ആരെയും ഞാൻ അനുവദിക്കാറില്ല. ഹല്ലേലൂയ. കാരണം അത് നമ്മുടെ റൂട്ടല്ല. അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്തോട്ടെ. അവർക്ക് കൊടുത്ത കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കാം. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നമുക്ക് ചെയ്യാം. അതല്ലേ നല്ലത്? ആണോ? അല്ലേ? ഹല്ലേലൂയ. അടുത്തവൻ്റെ മെക്കിട്ട് കയറി കർത്താവിൻ്റെ കുറേ ശാപവും വാങ്ങിച്ച് അവരെ കുറേ പ്രാക്കും കേട്ട് ഹല്ലേലൂയ. എന്തിനാ വെറുതെ? ആമേൻ. നമ്മളെ നടത്തുന്നത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ഈ വചനത്തെ നോക്ക്, വിശ്വസ്തയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക്. നമ്മൾ ട്രാക്ക് കറക്റ്റാണോന്ന് നോക്ക്. നേരാമണ്ണ ഓട്, ലക്ഷ്യത്തിലൊത്ത്. ഹല്ലേലൂയ. ചിലർക്ക് ചിലപ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും. അവർ ചിലപ്പോൾ മുമ്പേ ഓടി ലക്ഷ്യത്തിലെത്തും. അസൂയപ്പെടണ്ട, അവരോടിക്കോട്ടെ. നിങ്ങൾക്ക് ഇച്ചിരി സ്പീഡ് കുറവാണ്, പക്ഷെ ചെയ്യുന്നത് നേരാമണ്ണം ചെയ്യാൻ പറ്റുന്നോ?
ബി കൂൾ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒറ്റ പ്രതിഫലവാ, ഒരേ പ്രതിഫലവാ. ഓ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? കർത്താവ് പറയാ, 3-ാം മണി വന്നവനും 6-ാം മണി വന്നവനും 12-ാം മണി വന്നവനും അവൻ ഏത് സമയത്ത് വന്നെന്നല്ല, പ്രതിഫലം വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്. ഓ ഹല്ലേലൂയ. 3-ാം മണി വന്നവൻ പറയുക, 6-ാം മണി വന്നവൻ എന്നെക്കാൾ സ്പീഡ്, അല്ലെങ്കിൽ അവൻ ഇച്ചിരിയേ ചെയ്തുള്ളൂ, എന്നിട്ടും അവന് വലുത് കൊടുത്തു. കർത്താവ് പറയുക, എനിക്ക് അവന് കൊടുക്കാൻ സമ്മതവാ, പിന്നെ നിനക്കെന്നാ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വിളിച്ചേ, ഫ്രണ്ടിൽ ഒരു ട്രോഫി ഉണ്ട്, ആ ട്രോഫി അല്ലെ ഫ്രണ്ടിൽ അവൻ ഇത്ര രൂപയുണ്ട്, അത് നിനക്ക് തരാമെന്ന്. ഹല്ലേലൂയ. നിനക്ക് തരാമെന്ന് പറഞ്ഞതുപോലെ അടുത്തവനും കൂടെ കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ടെങ്കിൽ നീ അതിൽ അസൂയപ്പെടുന്ന എന്തിനാ? ഹല്ലേലൂയ. ചിലയിടത്ത് പോകുമ്പോൾ പാസ്റ്റർമാർക്ക് അസൂയ, നിങ്ങളെക്കാളും വിശ്വാസികളെക്കാളും അസൂയ പാസ്റ്റർമാർക്കാ. ഹല്ലേലൂയ. ആമേൻ. അടുത്തവൻ വളരുന്നത് പിടിക്കത്തില്ല. ഹല്ലേലൂയ. അടുത്ത മീറ്റിംഗിൽ 5 പേര് കൂടുന്നത് എങ്ങനെ? ടൗൺ ഹാളല്ല, തൊഴുക്കൽ YMCA ഹാൾ മീറ്റിംഗിന്. ഹല്ലേലൂയ. ആമേൻ. എന്തിനാ വല്ലവരുടെ ട്രാക്കിക്കാൻ? നമുക്ക് ദൈവം നൽകിയ പാതയിലൂടെ ഓടാന്നേ അല്ലേ? കൂടെ ഉണ്ടോ നിങ്ങള്? ഹല്ലേലൂയ. ഓ, അങ്ങനെ ഒരു ഭാഗ്യം കൂടെ കിട്ടി. പോലീസുകാരുടെ കാവൽ നമ്മൾ വീട്ടിൽ വെച്ച ആമേൻ. പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങുന്ന സമയമാകുന്നവരെ അവർ നമ്മൾ കാവൽ നിന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ശ്രദ്ധിച്ച് കേക്ക്. അല്ല, നമുക്ക് ദൈവം വെച്ചിരുന്ന ട്രാക്ക് ഉണ്ടേ, സ്ഥിരതയോടെ ഓടാൻ നോക്ക്. ആമേൻ. നമുക്കൊരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം, അടുത്തവനെ ചവിട്ടി അവിടെ തോണ്ടി ഇവിടെ തോണ്ടി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നമ്മുടെ പ്രതിഫലം വാങ്ങാൻ വൈകല്ലേ? നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ വാങ്ങാൻ വൈകല്ലേ? ഒറ്റ നോട്ടം കർത്താവിൻ്റെ മുഖത്തേക്ക്. ഹല്ലേലൂയ. അവൻ പ്രതികൂലം വരുന്നെന്ന് തോന്നോ, ഒന്നൊഴിഞ്ഞു മാറി അവൻ നടന്നു പോകാൻ കഴിയുമെങ്കിൽ തിരിച്ചറ്റാക്ക് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളുടെ ട്രാക്കിനകത്ത് ഓടാൻ നോക്ക്. സ്വർഗം ഹല്ലേലൂയ ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്, ഒരു ട്രോഫി വെച്ചിട്ടുണ്ട്. ലക്ഷ്യത്തിലെത്തിയാൽ മതി, ഫസ്റ്റ് എത്തണമൊന്നുമില്ല. അല്ലേ? മനസ്സിലാകുമല്ലോ? എല്ലാവരും പറയും, ഓ ഞാൻ ചെയ്യണതിനേക്കാളും കൂടുതൽ അവർ ചെയ്യണം. നോ പ്രോബ്ലം. ആമേൻ. ഹല്ലേലൂയ. ചിലർക്ക് ദൈവം ആമേൻ ഹല്ലേലൂയ പ്രസംഗിക്കാൻ ആമേൻ ഒരു പ്രസംഗിക്കുന്ന ട്രാക്കിനകത്താണ് ചിലരെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അല്ല, ചിലരെ പിടിച്ച് പ്രാർത്ഥിക്കാനുള്ള ട്രാക്കിനകത്താണ് നിർത്തിയിരിക്കുന്നത്. ചിലരെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ട്രാക്കിനകത്താണ്. ചിലരെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് ശുശ്രൂഷയ്ക്ക് സഹായം ചെയ്യാനുള്ള ട്രാക്കിനകത്താണ്. ചിലരെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് മറ്റുള്ളവരോട് സുവിശേഷം പറയാനുള്ള ട്രാക്കിനകത്താണ്. ചിലരെ പിടിച്ച് നിർത്തി ചില ഭവനങ്ങൾ പോയി പ്രാർത്ഥിക്കാനുള്ള ട്രാക്കിനകത്താണ്. ചിലരെ പിടിച്ച് നിർത്തി ചിലർ ഉപദേശിക്കാനുള്ള ട്രാക്കിനകത്താണ്. ആമേൻ ഹല്ലേലൂയ. പക്ഷേ പ്രതിഫലം എല്ലാവർക്കും ഒന്നാം. പ്രതിഫലം എല്ലാവർക്കും. കർത്താവ് പറയാ, അവർക്ക് കൊടുത്തതുപോലെ നിനക്കും തരാൻ, അല്ലെങ്കിൽ നിനക്ക് തന്നതുപോലെ അവർക്കും കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. ഓ, ഞാനും പാസ്റ്ററും പറയാണ്, അല്ലെങ്കിൽ പാസ്റ്ററോ ഞാനൊക്കെ ഞാൻ പറയാമെന്ന് വെച്ചാൽ പാസ്റ്റർ വിളിക്കണ്ട, സോറി. ആമേൻ ഹല്ലേലൂയ. ഞാൻ പറയുവാണ്, ആമേൻ ഹല്ലേലൂയ, ഞാൻ പ്രസംഗിക്കുന്ന ആളാ, അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതിനേക്കാളും വലിയ ട്രോഫി എനിക്ക് വേണമെന്ന് പറയും. ചുമ്മാ മിണ്ടാതെ ചെന്ന് നിരോച്ചെന്ന് പറയും കർത്താവിൻ്റെ അടുത്ത്. ഹല്ലേലൂയ. കാരണം കർത്താവിൻ്റെ ഹിതം പോലെ പ്രതിഫലം വരുന്നേ. നമുക്കെല്ലാവർക്കും ഒരു കിരീടം വെച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ട്രാക്കിനകത്ത് വിശ്വസ്തയോടെ നമുക്ക് ഓടാം. ഒടുവിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വിളിയുണ്ട്. കർത്താവ് നല്ലവനും വിശ്വസ്തനുമായ ദാസന് എന്ന വിളി. അത് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. അതിനു വേണ്ടി പണിപ്പെടുന്നവൻ, അതിനു വേണ്ടി നിൽക്കുന്ന ദൈവമേ, അവൻ ഹല്ലേലൂയ, നീ ആ ഭാഗ്യവാൻ. ആമേൻ ഹല്ലേലൂയ. ഓ, എൻ്റെ വിഷയം പോയി. സ്ഥിരമാനസനിൽ ആശ്രയം വെക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരതയോടെ ദൈവം. നമുക്കൊരു പ്രത്യേകത ഉണ്ടെന്നറിയാമോ? ആമേൻ ഹല്ലേലൂയ. പ്രതികൂലം വരുമ്പോൾ സ്ഥിരത നഷ്ടപ്പെടും. ആമേൻ. പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാ, എപ്പോൾ പ്രതികൂലം വന്നോ അന്നേരം ആമേൻ പ്രാർത്ഥന നിർത്തി. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ പ്രതികൂലമാണല്ലോ, വിശ്വസ്തയോടെ മറുപടി പറയാമോ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന ഒരു രോഗമോ സാമ്പത്തിക ബാധ്യതയോ പ്രതിസന്ധിയോ വന്നപ്പം എവിടെയൊക്കെ എൻ്റെ ലൈഫിനകത്ത് കുറഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളവരുണ്ടോ? ഹല്ലേലൂയ. യെസ്, വിശ്വസ്തയോടെ കൈയോർത്തിയർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. എവിടെയൊക്കെയോ കുറഞ്ഞു. നിങ്ങളുടെ കുറവല്ല കേട്ടോ, നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. ഹല്ലേലൂയ. ആമേൻ. നോർമലി മാനുഷിക ജീവിതത്തിനകത്ത് അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ആമേൻ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഒരു പ്രതികൂലം വന്നപ്പോ ആ പ്രതികൂലത്തിനകത്ത് എൻ്റെ ആരാധന ഞാൻ സ്റ്റോപ്പാക്കി കളഞ്ഞു. ഞാൻ പറയാം, ഇന്ന് അങ്ങനെ ഇരുന്നിട്ട് വീണ്ടും ആരാധനയിൽ ആമേൻ ഹല്ലേലൂയ തിരികെ ആ സ്നേഹത്തിലേക്ക് കയറി വന്നവരുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ മേലിട്ടിരുന്ന വിളിയുടെ ആമേൻ ഹല്ലേലൂയ വലിപ്പം അതുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു കയറിയ വീണുപോയ എത്രയോ പേരുണ്ടെന്നറിയാമോ? ആമേൻ. വിശ്വാസത്തോടെ നിന്നതാ, പക്ഷെ ഒരു വേള കഴിഞ്ഞപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഞാനൊരു കാര്യം പറയും, ഏതിലൊക്കെയാണ് ഒരു വ്യക്തി, ഒത്തിരി ഉണ്ട്, അതിലൊരു 2-3 മാത്രം ഞാൻ പറഞ്ഞു വേഗത്തിൽ ഒറ്റ സെൻറ്റൻസ് പറഞ്ഞു നിർത്തും. ഹല്ലേലൂയ. ഒന്ന്, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ആമേൻ. ദാനിയേലിനെ നമുക്കറിയാം. ദാനിയേൽ ആമേൻ ആമേൻ നെബൂഖദ്നേസറിന്റെ സമയത്ത് ബാബേലിലേക്ക് പിടിക്കപ്പെട്ടു പോയ ബാലന്മാരിൽ ഒരുവൻ. ഹല്ലേലൂയ. ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ സ്ഥിരം മെസ്സേജ് കേൾക്കുന്നതാ. ഒരു പ്രതികൂലം വന്നപ്പോഴും, ഒരു പ്രതിസന്ധി വന്നപ്പോഴും, എന്താ പ്രതികൂലം? ആമേൻ ഹല്ലേലൂയ. പ്രതികൂലം ഇങ്ങനായിരുന്നു. ആമേൻ ഹല്ലേലൂയ. രാജാവിനോടല്ലാതെ 30 ദിവസത്തേക്ക് മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഇല്ലാതൊരു ജീവിതം ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവരുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന് ജയമാവും. ഹല്ലേലൂയ. പ്രാർത്ഥന എൻ്റെ ജീവശ്വാസമാണെന്ന് പറയുന്നവരുണ്ടോ? ആമേൻ ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് താല്പര്യം അല്ലെങ്കിൽ പ്രാർത്ഥന നിങ്ങളുടെ ജീവവായുവാന്ന് എങ്ങനെ അറിയാമെന്നറിയാമോ? ഒരു 3 ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം തളരാൻ തുടങ്ങും. നിങ്ങൾ രോഗിയായിത്തീരുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു പെടച്ചിലുണ്ടാകും. ഇത് നിങ്ങളിലുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ആണ് നിങ്ങളെ നിർത്തുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ കണ്ണീരോടെ കരച്ചിലോടെ വന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. പ്രാർത്ഥനയ്ക്ക് വന്നിട്ട്, സിസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ണുനീരോടെ വന്ന് എന്നോട് പറഞ്ഞ ഒത്തിരി പേരുണ്ട്. ഞാൻ പറയും, അവർക്ക് പ്രാർത്ഥന ജീവശ്വാസമാണ്. ആമേൻ. ദാനിയേലിനെ കുറിച്ച് പഠിച്ചാൽ ദാനിയേൽ പറയും, കഴിച്ചില്ലേലും കുഴപ്പമില്ല, എനിക്ക് പ്രാർത്ഥിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഉറങ്ങിയില്ലേലും കുഴപ്പമില്ല, എനിക്ക് പ്രാർത്ഥിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, രാജാവ് പറയുക, 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ അവൻ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊരു രേഖ എഴുതി ഉണ്ടാക്കിയപ്പോൾ ദാനിയേലിന് മനസ്സിലായി, ഇതെനിക്കിട്ട് മാത്രം വന്ന രേഖയാണ്. പക്ഷെ ദാനിയേൽ പറയും, ഈ പ്രതികൂലത്തിന് എൻ്റെ പ്രാർത്ഥനയെ തടയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിന് എൻ്റെ പ്രാർത്ഥനയെ ഒതുക്കാൻ കഴിയത്തില്ല. പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പാൻ നമുക്ക് കഴിയുമെങ്കിൽ ഏത് സാഹചര്യത്തിലും ആ പ്രാർത്ഥന നമ്മളെ പുറത്തു കൊണ്ടുവരും. ആമേൻ. ദാനിയേലിന് പറയാ, ദാനിയേലിനെ നോക്കി പറയാ, പ്രാർത്ഥിക്കല്ലേ. നമ്മളാണെങ്കിൽ പറയും, കർത്താവിനോട് പറയും, കർത്താവേ ഒരു 30 ദിവസത്തേക്ക് എന്നോട് ക്ഷമിച്ചേക്കണം, സാഹചര്യം മോശമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ചിരിക്കത്ത് പോലുമില്ല, എങ്ങനെ ഞാൻ പൊക്കിയാലോ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. കർത്താവേ, അവൻ സാഹചര്യം മോശമാണ്, ഒരു 30 ദിവസത്തേക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, എന്നോട് അങ്ങ് ക്ഷമിച്ചേക്കണം എന്ന് നമ്മൾ മുൻകൂട്ടി ലൈസൻസ് എടുത്തിട്ട് 30 ദിവസത്തേക്ക് പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ ദാനിയേൽ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഇരിപ്പിന് പോലും ഞാൻ വ്യത്യാസം വരുത്തത്തില്ല, ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കാമെന്നല്ല ദാനിയേൽ വിചാരിച്ചേ. വചനം പറയുന്നു, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ കേട്ടപ്പോ താൻ ചെയ്തു വന്നതുപോലെ, പതിവോ ചെയ്തു വന്നതുപോലെ തന്റെ റൂമിലേക്ക് കടന്ന് യെരൂശലേമിലേക്കുള്ള അവൻ റൂമിന്റെ കിളിവാതിൽ തുറന്ന് അവൻ ഹല്ലേലൂയ മുഴങ്കാലിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. നോക്കിയിരുന്നത് പ്രാർത്ഥന കാണാനാ. ആമേൻ. ഹല്ലേലൂയ. രേഖ എഴുതിയവർ ദാനിയേലിനെ പിടിച്ച് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. രാജാവ് വൈകുന്നേരം വരെ നോക്കി പുള്ളിയെ ഒന്ന് രക്ഷിക്കാമെന്ന്. പക്ഷെ വൈകുന്നേരമായപ്പോൾ രാജാവിന് മനസ്സിലായി, അവൻ ഒരു രക്ഷയുമില്ല, സിംഹക്കുഴിക്കകത്ത് ദാനിയേലിനെ ഇട്ടേ പറ്റത്തുള്ളൂ. ദാനിയേൽ സിംഹക്കുഴിക്കകത്ത് പോയി രാജാവ് തന്നെ മുദ്രമോതിരം കൊണ്ട് മുദ്രയും വെച്ചു.
മഹത്തുക്കളുടെ മോതിരം കൊണ്ട് മുദ്രയും വെച്ചു. വചനം പറയുന്നു ഹല്ലേലൂയ. അവൻ അടുത്ത പ്രാർത്ഥന ദാനിയേൽ സ്വർഗത്തിൽ ചെന്നിരുന്നല്ല പ്രാർത്ഥിച്ചത്. ആണോ? ഹല്ലേലൂയ. ദാനിയേൽ സ്വർഗത്തിൽ പോയിട്ടാണ് അടുത്ത പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. എൻ്റെ ഭാഷയെ പറഞ്ഞ ഞാൻ ഇങ്ങനെ പറയും, സ്ഥലം മാത്രമേ മാറിയുള്ളൂ, റൂം മാത്രമേ മാറിയുള്ളൂ. അന്ന് ഉച്ചവരെ വീട്ടിനകത്ത് പ്രാർത്ഥിച്ചവൻ വൈകുന്നേരം അവൻ സിംഹത്തിന്റെ കുഴിക്കകത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിച്ചെന്ന് വചനം പറയുന്നു. ദാനിയേലിന്റെ രോമത്തിന് പോലും കേട് വരുത്താൻ സിംഹങ്ങൾക്ക് കഴിഞ്ഞില്ല. ആമേൻ. അന്ന് രാത്രിത്തെ പ്രാർത്ഥനയും പിറ്റേന്ന് രാവിലത്തെ പ്രാർത്ഥന എവിടെ ആയിരുന്നു? സിംഹക്കുഴിക്കകത്തായിരുന്നു. ഹല്ലേലൂയ. 2 പ്രാർത്ഥന. ആമേൻ. ഞാനൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, ആമേൻ, പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ പ്രതികൂലം വന്നാലും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് പ്രതികൂലമാണല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ അളവ് കുറയ്ക്കാതെ നീ ചെയ്തു വന്നതെന്താണോ അതിനെ വിശ്വസ്തയോടെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേൾക്കണം. ഏത് സിംഹക്കുഴിക്കകത്താണെങ്കിലും മുടക്കമില്ലാതെ പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥിക്കാൻ അതിനകത്ത് ദൈവം സൗകര്യം ഒരുക്കി തരും. ലോകത്തിന്റെ പ്രതികൂലങ്ങൾക്ക് നിന്റെ പ്രാർത്ഥനയെ മുടക്കാൻ നീ അനുവാദം കൊടുത്തില്ലെങ്കിൽ, നിനക്ക് വിരോധമായി വരുന്ന പ്രതികൂലങ്ങൾക്ക്, നിനക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന കെണികൾക്ക് നിന്റെ പ്രാർത്ഥനയെ തടയാൻ ദൈവം അനുവാദം കൊടുക്കത്തില്ല. നമ്മളായി ചിലതിന്റെ മുൻപിൽ അടിയറവ് പറഞ്ഞില്ലെങ്കിൽ നമ്മളെ അടിയറവ് പറയിക്കുമെന്ന് പറഞ്ഞു വരുന്ന ചില മണ്ഡലങ്ങളില്ലേ, അത് ആഭിചാരമായി കൊള്ളട്ടെ, അത് ശത്രുവിന്റെ വെല്ലുവിളിയായി കൊള്ളട്ടെ, നീയായി തളർന്നു കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ ഒരു പിശാചിനും നിന്നെ തളർത്തുവാൻ ദൈവം അനുവാദം കൊടുക്കത്തില്ല. ആഭിചാരം വരാം, വെല്ലുവിളി വരാം, പ്രതികൂലങ്ങൾ വരാം, പക്ഷെ അതിന് നിന്റെ പ്രാർത്ഥനയെ തൊടാൻ ദൈവം അനുവാദം കൊടുക്കത്തില്ല. സിംഹത്തിന്റെ കൂട്ടിനകത്തും ദാനിയേൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദാനിയേൽ പറയും, പ്രതികൂലത്തിന് ഞാൻ വിട്ടുകൊടുക്കാതെ പ്രാർത്ഥന ഞാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സിംഹത്തിൻ്റെ കുഴിക്കകത്തുനിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കണം. 2, വിശ്വാസത്തിൽ സ്ഥിരത കാണിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ സ്ഥിരത കാണിക്കണം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അവരുടെ വിശ്വാസം അവർ പ്രഖ്യാപിക്കുന്നേ, അല്ലയോ രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. വിശ്വാസമുള്ളവരുണ്ടോ? ആ 2 കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ, ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. വിശ്വാസം പ്രഖ്യാപിച്ചു. എന്നിട്ട് പറയാ, ഞങ്ങൾക്കറിയാം വിടുവിക്കാൻ കഴിയുമെന്ന്. അഥവാ ഞങ്ങളെ വിടുവിക്കാൻ കർത്താവിന് മനസ്സായില്ലെങ്കിലും, ഹല്ലേലൂയ, ഞങ്ങൾ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്കറിയാം. എന്താ അറിയാം? ഞങ്ങൾക്ക് ഉറപ്പാ ഞങ്ങളുടെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന്. അഥവാ വിടുവിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം ഞങ്ങൾ വേഗത്തിൽ ദൈവസന്നിധി ചെല്ലണമെന്നാ. അതുകൊണ്ട് ഞങ്ങൾ അതിലങ്ങ് ആശ്വസിച്ചോളാം. ഹല്ലേലൂയ. ഒരു പ്രതികൂലം വന്നെന്ന് പറഞ്ഞ് തീച്ചുള ഒരുങ്ങിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തെ വിട്ട് പിന്മാറത്തില്ല. ദൈവത്തെ അല്ലാതെ മറ്റൊന്നിന്റെ മുമ്പിൽ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഏൽപ്പിച്ചു കൊടുത്തു അവർ. അവരുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്ത വചനം പറയുന്നു, തീച്ചുളയ്ക്കകത്തുനിന്ന് രോമത്തിന് പോലും കേടുപറ്റാതെ, തീയുടെ ഗന്ധം പോലും ഏൽക്കാതെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരിക. ഞാൻ പറയും, സ്ഥിരതയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ പൈതലേ, നിന്റെ പ്രശ്നത്തിന് നടുവിൽ കർത്താവ് അവൻ ഒടുവിലത്തെ വ്യക്തിയല്ല. നീ പ്രശ്നത്തിനകത്ത് ഇറങ്ങുന്നതിന് മുമ്പ്, നീ പ്രതികൂലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സാന്നിധ്യം ആ പ്രതികൂലത്തിനകത്തിറങ്ങി നിൽക്കുന്നുണ്ട്. വചനം പറയുന്നു, ആ പ്രതികൂലത്തിനകത്തുനിന്ന് അവൻ തീയുടെ ഗന്ധം പോലും ഏൽക്കാതെ. എന്താ കാര്യം? അവരുടെ ഉറച്ച വിശ്വാസമാ, അവരുടെ പ്രഖ്യാപനമാ, നോ, ഞങ്ങൾ പിന്മാറത്തില്ല.
ഞങ്ങൾ വിശ്വസിച്ച ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. ഈ തീച്ചൂളയ്ക്കൊന്നും നമ്മൾ പറയുന്ന കാര്യം എന്തോ, ഇത്രയും കഷ്ടത വന്നൊരു ദൈവം എന്നെ വിടുവിച്ചില്ല. വേണേ ചോദിക്കും, ഇങ്ങനൊരു ദൈവം ഉണ്ടോ എന്നും കൂടെ. ഹല്ലേലൂയ. ഇങ്ങനൊരു കർത്താവ് ഉണ്ടോ എന്നും കൂടെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറയും, ഏത് തീച്ചൂള വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും അതിൻ്റെ നടുവിൽ നമ്മുടെ കർത്താവ് നമ്മളെ വിടുവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇനി 3, കർത്താവിനോട് കൂടെ ജീവിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്തെല്ലാം ചിലർക്കുണ്ട് ആമേൻ കാര്യത്തിൻ്റെ വിഷയം സാധിച്ചു കഴിയുന്നവരെ പ്രാർത്ഥനയുള്ളൂ. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. വിഷയം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണത്തില്ല. രോഗിയായിട്ട് ചർച്ചയിൽ വന്നു, രോഗിയായിട്ട് കർത്താവിൻ്റെ അടുക്കൽ പോയി, രോഗം തീരുന്നവരെ പ്രാർത്ഥിച്ചു, അതോടെ പ്രാർത്ഥന തീർന്നു. ഹല്ലേലൂയ. രോഗസൗഖ്യം കിട്ടുന്നത് വരെ വിശ്വാസം ഉണ്ടായിരുന്നു, അതോടെ തീർന്നു. ആമേൻ. ഹല്ലേലൂയ. സ്ഥിരതയോടെ, അതാ വചനം പറഞ്ഞ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചതുകൊണ്ട്. ഞാൻ പറയാം, പ്രശ്നം ഒരു തവണയല്ല വരുന്നത്. ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം വരും. പക്ഷെ സ്ഥിരതയോടെ ദൈവസന്നിധി നിൽക്കുന്നവനുണ്ടോ? ഈ പ്രശ്നം മാറിയെന്ന് നീ ഒന്ന് ആശ്വസിച്ച് സമാധാനിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ അടുത്ത വിഷയം വരുമായിരിക്കാം. പക്ഷെ സ്ഥിരതയോടെ പ്രാർത്ഥനയിൽ, സ്ഥിരതയോടെ ദൈവസന്നിധി നിൽക്കുന്ന ഒരു ദൈവവൈതലുണ്ട്. കർത്താവ് പറയും, നീ അവൻ വീഴത്തില്ല, നിന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. യോസേഫിനെ ചിന്തിച്ചേ. പൊട്ടക്കിണർ, അവിടെ നിന്ന് കയറ്റിയപ്പോൾ ആശ്വാസമെന്ന് വിചാരിച്ചു. നേരെ അടിമച്ചങ്ങല. അവിടെ നിന്ന് ഉയർന്നു വന്നപ്പോൾ ഒന്ന് സമാധാനമായെന്ന് വിചാരിച്ചു. പോത്തിഫാറിൻ്റെ വീട്ടിലെ കാര്യസ്ഥനായി. നേരെ അവിടെ നിന്ന് കാരാഗ്രഹം. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ചിന്തിച്ച് നോക്ക്. ആമേൻ. ഒരു തവണ രക്ഷപ്പെട്ടപ്പോൾ അടുത്ത തവണ കർത്താവിൻ്റെ സന്നിധി മാറാമെന്ന് വിചാരിച്ചില്ല. ഈ ലോകപ്രകാരം താനായ ഒരു വഴി കണ്ടെത്തിയില്ല. സ്വർഗത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി നിന്നതുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. ദൈവം ആമേൻ സമാധാനത്തോടെ കാത്ത് ആ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു. ഒരു നിമിഷം കണ്ണുകളെ മൂടിയ ദൈവസ്ഥനിൽ എഴുന്നേറ്റ് നിന്നേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. റബല ശംധര ധീരരകല ദുരബല ശംധര. വചനം പറയുന്നു ആമേൻ. ഹല്ലേലൂയ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സ്ഥിരത കാണിച്ചാട്ടെ. ആമേൻ. ആരാധനയ്ക്ക് വരുന്നതിൽ സ്ഥിരത കാണിച്ചാട്ടെ. അബ്രഹാം ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ കുഞ്ഞിനെ കിട്ടിയ പ്രാർത്ഥന തീർന്നില്ല, ആരാധന തീർന്നില്ല. ഒരല്പം മങ്ങലേറ്റു. അന്നേരം സ്വർഗം പറയാ, ആമേൻ ഇസഹാക്കിനെ യാഗം കഴിക്ക്. അബ്രഹാം പറയും, എനിക്ക് കർത്താവിൻ്റെ ആരാധന വിട്ടിട്ടൊന്നുമില്ല, ഞാൻ ആരാധനയ്ക്കായി പോകുകയാണ്. കുഞ്ഞുമായി കയറി ചെന്നു, ആരാധിച്ചു. കുഞ്ഞിനെ കൊടുക്കാനാ പോയത്, പക്ഷേ കുഞ്ഞുമായിട്ട് മടങ്ങി വരത്തക്കവണ്ണം, ഇസഹാക്കുമായി മടങ്ങി വരത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവേ വീഴത്തില്ല, ഞാൻ സ്ഥിരതയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ഥിരത എന്ന് പറയുന്നത് നമ്മുടെ പ്രാപ്തിയല്ല നമ്മളെ സ്ഥിരമാക്കുന്നത്. നമ്മളെ സഹായിക്കുന്ന ഒരുവനുണ്ട്. നമ്മൾ മനുഷ്യരെ ബലഹീനരാണ്. ഒരുപക്ഷെ നമ്മൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ടെങ്കിൽ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും കർത്താവിനോട് കൂടെ നടക്കുന്നതിലും ആരാധനയിലും സ്ഥിരതയോടെ ആയിരിക്കാൻ ആ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ, കർത്താവേ എനിക്ക് സ്ഥിരതയോടെ സ്ഥിരമാനസനായി ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് ബാധ്യത വന്നാലും, ഏത് രോഗം വന്നാലും എനിക്ക് സ്ഥിരതയോടെ അങ്ങയുടെ സന്നിധി നിൽപ്പാൻ ആഗ്രഹമുണ്ട്. സ്വർഗം എന്നെ സഹായിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് തുണയായിരിക്കാൻ ദൈവത്തിങ്കിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി വന്ന ദാനമാണല്ലോ, ഞങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ടവനാണല്ലോ. അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണം. സ്ഥിരതയോടെ ദൈവസന്നിധി നിന്ന് ആമേൻ ഹല്ലേലൂയ പൂർണ്ണ സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധനെ, ഞാൻ അങ്ങയുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ ജനത്തിന് വേണ്ടി ഇറങ്ങണം. റബല ശകല ചുരബലബ ഇന്ന് കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു ബ്ലെസ്സിങ് ആയിരിക്കണം. പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ദൈവമായുള്ള ബന്ധത്തിനകത്ത് വിശ്വാസത്തിൽ പൂർണ്ണ സ്ഥിരതയുള്ളവരായി ദൈവസന്നിധിയിൽ നിൽപ്പാൻ ദൈവം അങ്ങയുടെ ജനത്തെ സഹായിച്ചാട്ടെ. കഥാവേ, തളർന്നു പോകാൻ ഇടവരുത്തല്ലേ അപ്പ. പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, മുമ്പിൽ വെല്ലുവിളികളുണ്ട്. ഞങ്ങളുടെ ഓട്ടത്തിൻ്റെ സ്ഥിരതയെ കുറയ്ക്കുവാൻ തക്കവണ്ണം പലവിധമായ പ്രശ്നങ്ങൾ കർത്താവ് ജനത്തിന് നേരെ വരാം. ആ സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നല്ല സഖിയായി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ,
അങ്ങ് കൂടെ ഇരുന്ന് സ്ഥിരതയോടെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം എത്തോളം ഓടുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. മഹത്വം അതാവ് ഞങ്ങളെ പൊതിയണമേ അപ്പാ. മഹത്വത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. സാന്നിധ്യം കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.